ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഈ പുതുവർഷത്തിന്റെ ആദ്യ ഫ്രൈഡേയിൽ നമ്മളൊരു പുതിയ പുസ്തകമായിട്ട് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുകയാണ് പഠിക്കുവാനായിട്ട്. കഴിഞ്ഞ അതിലധികം വർഷങ്ങളായിട്ട് ഈ പാൻഡമിക് പീരീഡിൽ അനേക ദൈവദാസന്മാർ ഓൺലൈനിലൂടെ നമുക്ക് ദൈവവചനം നമുക്ക് വിഭാഗിച്ച് നൽകി. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേൾക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകി. വീണ്ടും പുതിയൊരു പുസ്തകമായിട്ട് ഇങ്ങനെ ഈ നിലയിൽ നമുക്കൊന്നിച്ച് ആയിരിക്കുവാൻ ദൈവം കൃപ നൽകി. നമ്മൾ പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ, മനോസഹോദരൻ ഓർത്തതുപോലെ, യഹോവയെ അരുളി ചെയ്യണമേ എന്നുള്ളൊരു മനോഭാവത്തോടെ നമുക്ക് എല്ലാവർക്കും ആയിരിക്കാം. വചനം നൽകേണ്ടത് ദൈവമാണല്ലോ, പരിശുദ്ധാത്മാവാണ് അതിന് കൃപ നൽകേണ്ടത്. അപ്പോൾ പഠിക്കുവാനും ചിന്തിക്കുവാനും എല്ലാം നമുക്കൊന്നിച്ച് വളരുവാനും കേൾക്കുന്ന വചനങ്ങൾ നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുവാനും ഒക്കെ ഇടയാവണം. ആ നിലയിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മൾ അനേക വിഷയങ്ങൾ നമ്മൾ പഠിച്ചു. ഞാൻ ആദ്യം ഏത് പുസ്തകമാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ പല ലേഖനങ്ങളും എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയി. അപ്പൊ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ലേഖനങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വളരെ ചുരുക്കം ചില ലേഖനം, ഒന്ന് എബ്രായ ലേഖനം, കൊരിന്ത്യർ ലേഖനം മാത്രമാണ് പഠിക്കാൻ ബാക്കിയുള്ളത്. ബാക്കി എല്ലാം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അത് മുന്നോട്ട് ചിന്തപ്പിടിച്ചപ്പോഴാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന ഒരു പുസ്തകത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഒരു ഗൈഡൻസ് നൽകുകയും എന്നാൽ ആ പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം, പഠിക്കാം, ഒന്നിച്ച് ചിന്തിക്കാം എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് വരികയും ഇടയായി. സത്യത്തില് നമ്മൾ ലേഖനങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് പഠിക്കേണ്ട പുസ്തകം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാണ്. സുവിശേഷം കഴിഞ്ഞ് ലേഖനങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് സത്യത്തിൽ പഠിക്കേണ്ട പുസ്തകം അതാണ്. കാരണം ഇറ്റ്സ് എ കണക്ടിങ് ബ്രിഡ്ജ് ബിറ്റ്വീൻ ദി ഗോസ്പൽസ് ആൻഡ് ദി എപ്പിസോഡ്സ്. സുവിശേഷങ്ങളെയും ലേഖനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും സഭകളുണ്ടായത്, ആദിമസഭയുടെ ചരിത്രം, ആദിമസഭ നേരിട്ട പ്രതികൂലങ്ങൾ, എങ്ങനെ അതിനെ അതിജീവിച്ചു, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ, അവരുടെ യാത്രകൾ, ഇതെല്ലാം വ്യക്തമാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഓരോ മേഖലയിലും ഓരോ സഭ രൂപീകൃതമായത് എങ്ങനെയെന്ന ഡീറ്റെയിൽ ആയിട്ട് കാര്യം അറിയണമെങ്കിൽ നിങ്ങൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ എത്തിയാലാണ് നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുക. അപ്പൊ ചുരുക്കമായിട്ട് ഈ പുസ്തകത്തിലൂടെ കടന്നു പോകാനായിട്ട് ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഇന്ന് അതിൻ്റെ ഇൻട്രൊഡക്ഷനും മറ്റു കാര്യങ്ങളും അനുബന്ധിച്ച് ചില കാര്യങ്ങളും പറഞ്ഞ് മുന്നോട്ട് പോകാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അടുത്ത ആഴ്ച മുതൽ നമുക്ക് അധ്യായത്തിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രാർത്ഥനയിൽ ഓർക്കുക, പുസ്തകം വലുതാണ്, നമ്മുടെ മുന്നിലുള്ള വിഷയം വലുതാണ്. അപ്പോൾ ദൈവം ആ നിലയിൽ നമ്മളെല്ലാവരും സഹായിക്കട്ടെ. ഒന്നിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. അപ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്ന പുസ്തകമാണ് നമ്മൾ ഒന്നിച്ച് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം. അതിൻ്റെ മുഖവരി എന്ന നിലയിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, ബൈബിളിലെ 66 പുസ്തകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിന്റെ പഠനത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. മറ്റു പുസ്തകങ്ങൾക്ക് പ്രാധാന്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇതിനുള്ള പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ന്യായപ്രമാണ യുഗം അവസാനിച്ചു, കൃപായുഗം ആരംഭിക്കാൻ പോവുകയാണ്. അതായത് കൃപായുഗത്തിന്റെ, സഭായുഗത്തിന്റെ ആരംഭത്തെക്കുറിച്ച് വിവരിക്കുന്ന പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തികൾ, ആക്ട്സ് ഓഫ് അപ്പോസ്തലൻസ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ജീവചരിത്രം, അല്ലെ, ഉൽപ്പത്തി പുസ്തകത്തിലെ ആരംഭങ്ങൾ, എല്ലാവിധ ആരംഭങ്ങളിലെ തുടക്കം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണും. ഭൗതിക പ്രപഞ്ചത്തിന്റെ ആരംഭം നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലാണ് കാണുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഉത്ഭവം അല്ലെങ്കിൽ ആരംഭത്തിന്റെ തുടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ. അത് പരിശുദ്ധാത്മാവിന്റെ കർത്താവ് വാഗ്ദത്തം ചെയ്ത പോലെ പരിശുദ്ധാത്മാവിനെ നൽകുന്നു. സഭയുടെ ആരംഭം നമ്മൾ കാണുന്നു. സുവിശേഷ പ്രസംഗത്തിന്റെ ആരംഭം നമ്മൾ കാണുന്നു. സഭയുടെ പ്രവർത്തന രീതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്നു. സഭാ യോഗങ്ങൾ, അതിന്റെ ചട്ടവട്ടങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ
അടിസ്ഥാന ഉപദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണുവാൻ പറ്റുന്നു. മാനസാന്തരം, വിശ്വാസ സ്നാനം, ഇങ്ങനെ ആദ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അതിന്റെ എല്ലാം തുടക്കം നമുക്ക് കാണിക്കുവാൻ സാധിക്കുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങളിലാണ്. അപ്പം സഭാജീവിതം, കൂട്ടായ്മ, അങ്ങനെ ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ അത് നമുക്ക് ദൃശ്യമായിട്ടുള്ള ദൃശ്യവും അദൃശ്യവുമായിട്ടുള്ള ഭൗതിക പ്രപഞ്ചത്തിന്റെ ആരംഭം തുടങ്ങിയതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങളുടെ ആരംഭം തുടങ്ങുന്നത് അപ്പോസ്തല പ്രവർത്തികളാണ്. സഭ യുഗം ആരംഭിക്കുന്നത് അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് യുഗപരമായിട്ട് ഈ പുസ്തകം വളരെ പ്രാധാന്യമുള്ള പുസ്തകമാണ്. കൃപായുഗം ആരംഭിച്ചു, അതായത് ന്യായപ്രമാണ യുഗം അവസാനിച്ചു. അപ്പൊ നമുക്ക് ആ നിലയിൽ വളരെ പ്രാധാന്യമുള്ള പുസ്തകത്തിന്റെ പഠനത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇതിന്റെ എഴുത്തുകാരൻ, ഗ്രന്ഥകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പറയാൻ പോകുന്ന ആൻസർ അപ്പോസ്തലനായ പത്രോസ്, അപ്പോസ്തലനായ പൗലോസ് എന്ന പേരാണ്. എന്നാൽ ഇതിന്റെ എഴുത്തുകാരന് ഡോക്ടറായിരിക്കുന്ന ലൂക്കോസ് ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോസ്തലന്മാർ ഇതിന്റെ എഴുത്തുകാരൻ എന്ന നിലയിൽ ലൂക്കോസിന്റെ പേര് എടുത്ത് പറയുന്നില്ല, കാരണം ഇത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്നാണ് പറയുന്നത്. ലൂക്കോസിന്റെ പേര് ആ നിലയിൽ, എഴുത്തുകാരൻ എന്ന നിലയിൽ പറയുന്നില്ല, എന്നാൽ ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല. എന്നാൽ മൂന്നാമത്തെ സുവിശേഷവും, അതായത് ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും എഴുതിയത് വൈദ്യനായ പൗലോസിന്റെ സഹചാരിയായിരുന്ന, കൂട്ടുപ്രവർത്തകനായിരുന്ന, ഗവേഷകനും ചരിത്ര ഗവേഷകനും മെഡിക്കൽ മിഷണറിയുമായ ഡോക്ടർ ലൂക്കോസ് ആണ് ഇത് എഴുതിയത്. അതിനുള്ള ആഭ്യന്തര തെളിവുകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ നമുക്കത് കാണുന്നല്ലോ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14-ൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വൈദ്യനായ പ്രിയ ലൂക്കോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. മാത്രമല്ല, ഫിലമോൻ എഴുതിയ ലേഖനത്തിന്റെ 24-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് വീണ്ടും പറയുകയാണ്, എന്റെ കൂട്ടുവേലക്കാരായ മർക്കോസ്, അരിസ്തർക്കോസ്, അതുപോലെ ലൂക്കോസ് നിങ്ങളെ വന്ദനം ചെയ്യും. ലൂക്കോസിന്റെ സുവിശേഷവും അതുപോലെ ഈ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളിലുമുള്ള ഭാഷാ ശൈലി, ലാംഗ്വേജിന്റെ സ്റ്റൈൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ടും ഒരേ ശൈലി തന്നെയാണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചില മെഡിക്കൽ ടെർമിനോളജീസ് ഉണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിലും അതുപോലെ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളിലും ഉപയോഗിച്ചിരിക്കുന്ന ആ മെഡിക്കൽ ടെർമിനോളജി, അത് വൈദ്യശാസ്ത്രത്തിൽ നിപുണമായ ഒരു വ്യക്തി ഉപയോഗിക്കുന്ന വാക്കുകൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ജ്വരം, പക്ഷവാതം, അതുപോലെ തന്നെ തിമിരം, പനിയും അതിസാരവും, പക്ഷപാതം. മാത്രമല്ല, നമുക്ക് അപ്പോസ്തല പ്രവർത്തികളിൽ വായിക്കുന്നു അല്ലെ, യോഹന്നാന്റെയും പത്രോസിന്റെയും കൂടെ കാലും നരിയാണിയും ഉറച്ചുകൊണ്ട് സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കടന്നു പോകുന്നതാണ്. അപ്പൊ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? അവന്റെ കാലും നരിയാണിയും ഉറച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊക്കെ ഒരു മെഡിക്കൽ മേഖലയിൽ നിപുണനായ ഒരു വ്യക്തി ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പം ഇതിന്റെ ഗ്രന്ഥകർത്താവ് ലൂക്കോസ് ആണ് എന്നുള്ളതിൽ യാതൊരു സംശയത്തിന്റെ ആവശ്യമില്ല. ആഭ്യന്തരമായ തെളിവുകളാണ് ഞാൻ അതിനകത്ത് പറഞ്ഞത്. ഇനി ബാഹ്യമായ തെളിവുകളാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ നമുക്ക് അതും കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അപ്പോസ്തല പ്രവൃത്തിയിൽ 20:13 ഞങ്ങൾ കപ്പൽ കയറി എന്ന് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് പഴയ സുറിയാനി തർജ്ജമയിൽ ആ 20:13 ഉപയോഗിച്ചിരിക്കുന്നത് ലൂക്കോസായ ഞാനും എന്റെ സഹപ്രവർത്തകരും കപ്പൽ കയറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മറ്റ് സുറിയാനി ഭാഷയിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ബാഹ്യമായ തെളിവും നമുക്ക് പറയുന്നത് ലൂക്കോസ് തന്നെയാണ് ഇതിന്റെ എഴുത്തുകാരൻ എന്നുള്ളതാണ്. മാത്രമല്ല, മൊററ്റോറിയൻ കാനോനും ആദിമ സഭയും 3-ാം സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും അത് ലൂക്കോസ് ആണ് എഴുതിയെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം, മനോഹരമായ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ച് വിവരിക്കുന്ന ഈ പുസ്തകം നമ്മുടെ കൈകളിൽ എത്തുവാൻ കാരണമായിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസിന്റെ സഹചാരിയായ ഡോക്ടറായ ലൂക്കോസ് ആണ് എന്നുള്ളത് ഓർക്കുക. ലൂക്കോസ് ആരായിരുന്നു? വാട്ട് വാസ് ഹി? അവൻ ആരായിരുന്നു, എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സിറിയയിൽ അന്തോക്കിയിൽ നിന്നുള്ള ഒരു യവനനായിരുന്നു ലൂക്കോസ്. ബൈ പ്രൊഫഷൻ ഒരു ഡോക്ടറായിരുന്നു, ചരിത്ര ഗവേഷകനായിരുന്നു. കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിന് ചിട്ടയായ ഒരു ചരിത്ര ഗവേഷകനായിരുന്നു. ബൈ പ്രൊഫഷൻ ഹി വാസ് എ ഡോക്ടർ. ശരീരത്തിന്റെ വൈദ്യൻ മാത്രമാണ്
ഇല്ല. അതായത് ആത്മാവിന് വേണ്ടിയും ചികിത്സിക്കുന്ന വൈദ്യനായിരുന്നു ലൂക്കോസ്. പോളിനെ പോലെ ലൂക്കോസ് നമ്മൾ പറയുന്ന രക്ഷാമാർഗം പ്രഘോഷിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള വ്യക്തിയായിരുന്നു. പോളിന്റെ സഹപ്രവർത്തകനായ സുവിശേഷകനും ചരിത്ര ഗവേഷകനും ഒരു മെഡിക്കൽ മിഷണറിയും അതുപോലെ തന്നെ വൈദ്യനുമായ ലൂക്കോസ് ആണ് ഈ ലേഖനം എഴുതിയത്, ഈ പ്രവർത്തികൾ പുസ്തകം എഴുതിയത്. അപ്പോൾ ലൂക്കോസ് ബൈ പ്രൊഫഷൻ ഒരു ഡോക്ടറായിരുന്നു. തന്റെ സിറിയയിൽ നിന്നുള്ള ഒരു വ്യക്തിയായിരുന്നു, അന്തോക്യയിൽ നിന്നുള്ള വ്യക്തിയായിരുന്നു. ഈ വക കാര്യങ്ങൾ നമുക്ക് അറിയുവാനായിട്ട് കാണിക്കുന്നു. മാത്രമല്ല, ക്രിസ്തുവിനോടും പൗലോസിനോടുമുള്ള തന്റെ വിശ്വസ്തതയും തന്റെ സ്നേഹവും ലൂക്കോസിനെ മറ്റുള്ളവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനായിട്ട് നിലനിർത്തുകയാണ്. ചരിത്രമനുസരിച്ച് ഭാര്യയോ മക്കളോ ഇല്ലാതെ ഏകദേശം 84 വയസ്സിൽ താൻ പ്രിയം വെച്ച കർത്താവിൽ താൻ ചേർക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മറ്റൊരു പ്രത്യേകത, അതായത് പുതിയ നിയമത്തിൽ യഹൂദന്മാരല്ലാതെ ഒരേ ഒരു എഴുത്തുകാരനേ ഉള്ളൂ, അത് ലൂക്കോസ്. ബാക്കി എല്ലാ പുസ്തകങ്ങളും യഹൂദന്മാരാണ് എഴുതിയത്. യഹൂദനല്ലാത്ത ഒരേ ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഈ ലൂക്കോസാണ്. രണ്ടാമതായിട്ട്, ഈ പുസ്തകം ആർക്കെഴുതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ 1-ാം വാക്യത്തിൽ തന്നെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 1-ാം വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ പുസ്തകം തെയോഫിലോസിനാണ് ലൂക്കോസ് എഴുതുന്നത്. അതായത് ലൂക്കോസ് തന്റെ പേരിലുള്ള 3-ാമത്തെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തികളും തെയോഫിലോസിനാണ് എഴുതിയത്. തെയോഫിലോസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ദൈവത്തെ സ്നേഹിക്കുന്നവനെന്നാണ്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനെന്നാണ്. അത് തെയോഫിലോസ് ആരാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. ലൂക്ക് അദ്ദേഹത്തെ എങ്ങനെയാ വിളിക്കുന്നത് അറിയാം? മോസ്റ്റ് എക്സലന്റ് എന്നാണ് വിളിക്കുന്നത്. വളരെ ബഹുമാനപൂർവ്വമാണ് സംബോധന ചെയ്യുന്നത്. അതായത് പൗലോസ് ഫെസ്തോസിനെയും ഫെലിക്സിനെയും രാജാക്കന്മാരെ മോസ്റ്റ് എക്സലൻസി എന്ന് പറഞ്ഞ് സംബോധന ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ തിയോഫിലോസിനെ ലൂക്കോസ് സംബോധന ചെയ്യുന്നത് മോസ്റ്റ് എക്സലന്റ് എന്ന് പറഞ്ഞാണ് സംബോധന ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തിയോഫിലോസ് റോമൻ ഭരണാധികാരികളിൽ, പട്ടാള മേധാവികളിൽ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം. ആ നിലയിൽ നമുക്ക് കണക്ക് കൂട്ടാം തിയോഫിലോസിനെ. ഇനി അല്ല എങ്കിൽ തിയോഫിലോസ് എന്ന് ആരെന്ന വ്യക്തി അറിയത്തില്ലെങ്കിൽ, അല്ലെ, നമ്മൾ പറഞ്ഞ അതിന്റെ അർത്ഥം തന്നെ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവനെന്നാണ്. അപ്പൊ ഒരുപക്ഷെ ഈ കാലത്ത് ഈ അപ്പോസ്തല പ്രവർത്തികൾ എഴുതുന്ന കാലത്ത്, അല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം എഴുതുന്ന കാലത്ത് ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമായിരുന്നു. അവർ അനേക പീഡനങ്ങൾ, അനേക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ട ഒരു കാര്യമായിരുന്നു. കർത്താവിന്റെ രഹസ്യ ശിഷ്യനായിരുന്നു കൊണ്ട് അനേകരും ആ നിലയിൽ രഹസ്യ ശിഷ്യന്മാരായിരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. സുവിശേഷത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് പേര് വെളിപ്പെടുത്താത്ത ഒരു വ്യക്തിക്ക്, അപ്പോൾ ദൈവത്താൽ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് എഴുതിയതാണ് ഈ അപ്പോസ്തല പ്രവർത്തികൾ. അപ്പോൾ തിയോഫിലോസ് ഒരു വ്യക്തി എന്ന വ്യക്തിയെ എടുത്ത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ആ നിലയിൽ ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഈ പുസ്തകം എഴുതി. അപ്പോൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ഞാനും നിങ്ങളുമെല്ലാം അതിൽ ഉൾപ്പെടുകയാണ്. അപ്പോൾ അപ്പോസ്തല പ്രവർത്തി തിയോഫിലോസിന് മാത്രമല്ല, നമുക്ക് ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി നൽകുവാനായിട്ട് ദൈവത്തിന് ഇടയായി. അതിൽ നാമം ഉൾപ്പെടുന്നു. ഇനി തിയോഫിലോസ് ഒരു യഥാർത്ഥ നാമമാണെങ്കിൽ തിയോഫിലോസിനോട് ചില കാര്യങ്ങൾ ലൂക്കോസിന് പറയുവാനുണ്ട്. യഥാർത്ഥ ക്രിസ്ത്യാനികൾ അവർ നല്ലവരാണെന്നും അവര് റോമാ മതത്തിനോ റോമാ ഗവൺമെന്റിനോ എതിരായി പ്രവർത്തിക്കുന്നവരല്ലെന്നും അവർ വളരെ സമാധാനം ആഗ്രഹിക്കുന്നവരാണെന്നും റോമാ ഗവൺമെന്റിനെതിരെ ഒരു വിപ്ലവം ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് തിയോഫിലോസിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. വാസ്തവത്തിൽ ക്രിസ്ത്യാനികളാണ് മറ്റുള്ളവരെ സഹായിച്ചിട്ടുള്ളത് എന്ന് ഈ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളിലൂടെ ലൂക്കോസ് തിയോഫിലോസിനോട് വിവരിക്കുക ചെയ്യുന്നു. മറ്റൊരു കാൽപ്പനികമായിട്ടുള്ള ഒരു ചിന്താഗതി ഉണ്ടായിട്ടുള്ളത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തിയോഫിലോസ്, അതായത് ലൂക്കോസ് തിയോഫിലോസിന്റെ അടിമയായിരുന്നു. അന്നത്തെ കാലഘട്ടങ്ങളിൽ വൈദ്യന്മാർ, അതായത് ഡോക്ടേഴ്സ് പൊതുവെ വലിയ ധനവാന്മാരുടെ അടിമകളായിരുന്നു. അങ്ങനെ തിയോഫിലോസിന്റെ അടിമയായിരുന്ന ലൂക്കോസ് അതിഗുരുതരമായ ഒരു രോഗം പിടിച്ച് മരിച്ചു പോകാൻ സാധ്യതയുള്ള ലൂക്കോസിന്റെ ആ സാമർഥ്യം കൊണ്ടും കഴിവ് കൊണ്ടും ശുശ്രൂഷ കൊണ്ടും തിയോഫിലോസിന് ആരോഗ്യം വീണ്ടെടുക്കുകയും തനിക്ക് ലഭിച്ച മരണത്തിൽ നിന്ന് തനിക്ക് ലഭിച്ച വിടുതൽ മുഖാന്തരം
അടിമയായ ലൂക്കോസിന് ഈ തെയോഫിലോസ് സ്വാതന്ത്ര്യം നൽകി. തനിക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തനിക്ക് ഉള്ളതിൽ വെച്ച് ഏറ്റവും മഹത്തരമായ ഒരു കാര്യം, ഒരു സത്യം ഈ തെയോഫിലോസിനെ ഈ ലൂക്കോസ് എഴുതി അറിയിക്കുക. അത് മറ്റൊന്നുമല്ല, തെയോഫിലോസെ നീ അറിയണം, അത് എനിക്കുള്ള ഏറ്റവും മൂല്യമേറിയ ഒരു കാര്യം അത് കർത്താവായ യേശുക്രിസ്തുവാണ്. അത് സുവിശേഷമാണ്, അത് സത്യസുവിശേഷമാണ്. അതുകൊണ്ട് നീ ഇത് അറിയണമെന്ന നിലയിൽ ലൂക്കോസ് ഈ എഴുത്തുകയാണ്. അതൊരു കാൽപ്പനികമായ ചിന്താഗതി മാത്രമാണ്. നമുക്ക് ആദ്യം പറഞ്ഞതാണ് അല്പം കൂടെ സ്വകാര്യത, ഉയർന്ന ഒരു റോമൻ ഉദ്യോഗസ്ഥനായിരിക്കാം, ആ നിലയിൽ നമുക്ക് കണക്ക് കൊടുക്കും. അപ്പോൾ ഇത് എഴുതിയ കാലഘട്ടം ഏതാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ, എഴുതിയ കാലഘട്ടം ലൂക്കോസിന്റെ സുവിശേഷമായ ഒന്നാമത്തെ ചരിത്രം എഴുതിയതിനു ശേഷമാണ് എന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 1:1 വാക്യത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം. അപ്പൊ ഒന്നാമത്തെ ചരിത്രം എന്താണ്? അത് ലൂക്കോസിന്റെ സുവിശേഷമാണ്. ഇത് രണ്ടാമത്തെ ചരിത്രമായിട്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ എഴുതിയ ഒന്നാമത്തെ ചരിത്രം എഴുതിയതിനു ശേഷമാണല്ലോ. അപ്പോൾ ആ ചരിത്രത്തിന് ശേഷം അപ്പോസ്തലനായ, അത് ലൂക്കോസിന്റെ സുവിശേഷമാണ്, അതിനുശേഷം അപ്പോസ്തലനായ പൗലോസ് റോമിൽ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 വർഷം തടവുകാരനായിട്ട് കഴിയുന്നതായിട്ട് നാം കാണും. ആ തടവിൽ പാർക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി അവസാനിപ്പിക്കുന്നത്. അതായത് അതിന്റെ 28-31 വാക്യം, 29, 31 വാക്യങ്ങൾ വരെ വായിക്കുമ്പോൾ അവസാനം അതിൽ തുടർന്നുകൊണ്ടിരിക്കുന്നതായിട്ട് പറഞ്ഞാണ് ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത്. അതായത് AD 62 ഈ പുസ്തകം എഴുതി എന്നാണ് കണക്ക് കൂട്ടുന്നത്. അതിന് പ്രധാനമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന 2-3 കാര്യങ്ങളുണ്ട്. AD 64 അല്ലെങ്കിൽ AD 62 AD 70 മധ്യത്തിലായിട്ട് ചരിത്രപ്രധാനമായ 3 കാര്യങ്ങൾ സംഭവിക്കുകയുണ്ടായി. അതിലൊന്ന്, AD 64 റോമാ നഗരം അതിന്റെ 1/3 കത്തി നശിച്ചതാണ്. അതിന്റെ ചരിത്രം നമുക്കറിയാം. നീറോ ചക്രവർത്തി റോമാ നഗരത്തിന് തീയിടുകയും അതിന്റെ കുറ്റം ക്രിസ്ത്യാനികളിൽ ആരോപിക്കുകയും ചെയ്തു. AD 64 അത് നമുക്കറിയാവുന്നതാണ്. AD 68 അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലനായ പത്രോസും രക്തസാക്ഷികളാകുന്നത്. അപ്പോൾ പൗലോസിന്റെ സഹചാരിയായ കൂട്ടുവേലക്കാരനായിരുന്ന ലൂക്കോസ് തന്റെ ഈ അപ്പോസ്തല പ്രവർത്തികളിൽ പൗലോസിന്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് ഒരു കാര്യത്തെക്കുറിച്ചും മിണ്ടുന്നില്ല. അപ്പോൾ തീർച്ചയായും നമുക്ക് അനുമാനിക്കാൻ സാധിക്കും അതിനു മുമ്പാണ് തന്റെ അപ്പോസ്തല പ്രവർത്തികൾ രണ്ടാമത്തെ ചരിത്രം താൻ എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, AD 70 നമുക്കറിയാം വളരെ പ്രസിദ്ധമായ യെരുശലേം ദേവാലയം നശിക്കപ്പെടുന്നത്. യെരുശലേം നഗരം നശിക്കപ്പെട്ടു. എന്നാൽ അതിന്റെ ഒരു കാര്യങ്ങളും ചരിത്ര ഗവേഷകനായിരിക്കുന്ന, കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് പറയുന്ന ലൂക്കോസ് തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. മാത്രമല്ല, ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം അതിന്റെ 6 വാക്യത്തില് കർത്താവായ യേശുക്രിസ്തു യെരുശലേം നഗരത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ലൂക്കോസ് ഇത് എഴുതുമ്പോൾ, തന്റെ സുവിശേഷം അല്ലെങ്കിൽ തന്റെ രണ്ടാമത്തെ ചരിത്രമായ അപ്പോസ്തല പ്രവർത്തികൾ എഴുതുമ്പോൾ യെരുശലേം നഗരം നശിക്കപ്പെട്ടിട്ടില്ല, യെരുശലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് എഴുതിയ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AD 62 എന്ന് നമുക്ക് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. എവിടെ വെച്ച് എഴുതി എന്ന് ചോദിച്ചാൽ റോമിൽ നിന്നും എഴുതി എന്നാണ് സാധ്യതകൾ. റോമില് അപ്പോസ്തലനായ പൗലോസ് തടവുകാരനായി പാർക്കുന്ന ആ ജയിലിൽ മിക്കപ്പോഴും ലൂക്കോസും ഒരു സന്ദർശകനായിരുന്നു. അവിടെ വെച്ച് അപ്പൊ നമ്മൾ പറയുന്നത്, ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം. തെയോഫിലോസിനോട് പറയാണ്, ഞങ്ങൾ ഒന്നാമത്തെ ചരിത്രത്തിൽ പറയുന്നു അല്ലെ, ഞങ്ങൾ വളരെ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് അതിന്റെ സത്യാവസ്ഥ നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ കാര്യങ്ങൾ സൂക്ഷ്മമായി ഈ ജീവന്റെ വചനം കണ്ടതും കേട്ടതും അവരുടെ കൈ തൊട്ടതുമായ ഈ ജീവന്റെ വചനം രേഖപ്പെടുത്തുവാനായിട്ട് ലൂക്കോസിന് താല്പര്യം തോന്നി. പ്രിയമുള്ളവരെ, ഞാനതിങ്ങനെ പറയട്ടെ, റോമിന്റെ ആ കാരാഗ്രഹത്തിൽ തണുത്തുറഞ്ഞ രാത്രികളില് ആ 2 ദൈവദാസന്മാര്, അതായത് അപ്പോസ്തലനായ പൗലോസും ലൂക്കോസും, അത് മെഴുകുതിരിയുടെ വെളിച്ചത്തില് മുട്ടുമേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങൾ കണ്ടതും അനുഭവിച്ചതും തങ്ങൾക്ക് ലഭിച്ചതുമായ ജീവന്റെ വചനം വരും തലമുറയ്ക്ക് തുറഞ്ഞ രാത്രികളിൽ ഉറക്കമളച്ച് അവരിരുന്ന് എഴുതുകയാണ്.
പ്പെടുത്തിയ, സൂക്ഷ്മമായി നിരീക്ഷിച്ച, നമുക്ക് പകർന്നു തന്ന വചനമാണ് അപ്പോസ്തല പ്രവൃത്തികളായിട്ട് ഇന്ന് എന്റെയും നിങ്ങളുടെയും കയ്യിൽ ഇരിക്കുന്നത്. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം തന്റെ മക്കളെ ഉപയോഗിച്ചു, ദൈവത്തിന്റെ ഉദ്ദേശം നിറവേറ്റുന്നു. ദൈവത്തിന്റെ വചനം, അത് അവർക്ക് ശുശ്രൂഷമാർക്ക് പരമേൽപ്പിച്ച വചനം അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനായിട്ട് ദൈവം അത് രേഖയായി ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. നാലാമതായിട്ട് ഈ പുസ്തകത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്നാമത് സത്യത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. നമുക്കൊരു വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ളതൊന്ന് വായിക്കാമോ? ഇടയ്ക്ക് ചില വാക്യങ്ങളൊക്കെ വായിച്ച് എൻ്റെ കൂടെ തന്നെ നിങ്ങളും ഉണ്ടാവണം. എനിക്കറിയാമെങ്കിൽ ഞാൻ വായിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ശ്രീമാനായ തെയോഫിലോസെ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരായവർ നമ്മെ ഭരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. താങ്ക് യു ബ്രദറെ. അതായത് ലൂക്കോസ് പറയുകയാണ്, നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന്, അത് നാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നിനക്ക് ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ നിശ്ചയം നീ അറിയേണ്ടതിന്, അതായത് യഥാർത്ഥ സത്യം നീ അറിയണം. കർത്താവിന്റെ ആദിമസഭയിലെ ആദിമ നൂറ്റാണ്ടുകളിലെ വിശ്വാസികൾ കരുതിയിരുന്നത് കർത്താവിന്റെ വരവ് പെട്ടെന്ന് എന്നുള്ളതായിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞു പോയി, ചില നാളുകൾ കഴിഞ്ഞു പോയി, കർത്താവ് വന്നില്ല. വിശ്വാസത്തിന്റെ 1-ാം തലമുറ മാറിപ്പോയി, കർത്താവ് വന്നില്ല. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, പലരും സഭാ ചരിത്രം എന്ന നിലയിൽ, ലേഖനങ്ങൾ എന്ന നിലയിൽ, പല നിലയിലുള്ള പുസ്തകങ്ങൾ, സഭാ ചരിത്രങ്ങൾ എഴുതി പ്രചരിപ്പിക്കുവാനായിട്ട് തുടങ്ങി. സത്യമൊട്ടുമില്ലാത്ത, നിശ്ചയമൊട്ടുമില്ലാത്ത കാര്യങ്ങൾ അവർ പ്രചരിപ്പിക്കുവാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് ലൂക്കോസ് ഇവിടെ പറയുകയാണ്, സത്യത്തെ വെളിപ്പെടുത്തണം, എനിക്ക് കാര്യങ്ങളുടെ നിശ്ചയത്തെ വ്യക്തമായി രേഖപ്പെടുത്തണം. അതുകൊണ്ട് ഞാൻ ഇത് എഴുതുകയാണ്. സഭാചരിത്രം ചിലർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു, അത് സത്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ഞാൻ കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് വളരെ വ്യക്തമായ ഒരു രേഖ ഉണ്ടാക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ്, ഉത്സാഹിക്കുകയാണ്. താൻ കണ്ടതും കേട്ടതും തൻ്റെ അപ്പോസ്തലന്മാരിൽ നിന്ന് ലഭിച്ചതുമായ കാര്യങ്ങൾ, അത് വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ പരമേൽപ്പിച്ച കാര്യങ്ങള് രേഖയാക്കി ചമയ്ക്കുവാനായിട്ട് അതിപ്പോ സത്യത്തെ, യഥാർത്ഥ സത്യത്തെ തെയോഫിലോസിനും ദൈവസഭയ്ക്കും ദൈവജനത്തിനും വെളിപ്പെടുത്തി കൊടുക്കുക, ഒന്നാമത്തെ ഉദ്ദേശം. ഇത് എഴുതുവാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആ കാലഘട്ടത്തിലുള്ള റോമൻ ഭരണകൂടമാണ്. ഈ റോമൻ ഭരണകൂടം വിചാരിച്ചിരുന്നത് എന്താണെന്നറിയാം, അവര് വിശ്വാസികളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോ ഈ എഴുത്തിലൂടെ, ഈ പുസ്തകത്തിലൂടെ തെയോഫിലോസിനോട് പറയുകയാണ്, ക്രിസ്ത്യാനികളാണ് യഥാർത്ഥത്തില് ഈ ലോകത്തിൽ സമാധാനം ആഗ്രഹിക്കുകയും സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ. അവർ ശത്രുക്കളെ സ്നേഹിക്കുന്നവരാണ്, അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരല്ല, അവർ നല്ല മാർഗത്തിൽ നടക്കുന്നവരാണെന്നുള്ള ഈ ശരിയായ കാര്യം ഈ തെയോഫിലോസിനെ, ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ലൂക്കോസ് വിവരിച്ച് അറിയിക്കുകയാണ്. അപ്പോൾ BC 44 നമുക്കറിയാം, ജൂലിയസ് സീസർ വധിച്ചതിന് ശേഷം റോം വളരെ ആഭ്യന്തര കലഹമുണ്ടാകുന്ന ചരിത്രം നമുക്കറിയാം. ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഈ BC 27 നമുക്ക് കാണുന്നു അഗസ്തോസ് കൈസർ അധികാരത്തിലേക്ക് വരുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നു അവിടെ വരുന്ന ഭരണാധികാരികളെല്ലാം അറിയപ്പെട്ടിരുന്നത് കൈസർ എന്നാണ്. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 2-ാം അധ്യായം 1 അത് നാം കാണുന്നു. അങ്ങനെ തുടർന്ന് വന്ന എല്ലാ ഭരണാധികാരികളും കൈസർ എന്നറിയപ്പെട്ടു. അപ്പൊ കൈസറുടെ നല്ല ഭരണം അത് ക്രിസ്തുമതത്തെ ഔദ്യോഗിക മതമായി തീർക്കുവാൻ ഇടയാക്കി. മാത്രമല്ല, ചക്രവർത്തിയെ ആരാധിക്കുന്ന, ചക്രവർത്തിയുടെ പ്രതിമയെ വണങ്ങുന്ന ഒരു നിലയിൽ വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നു. അപ്പൊ ക്രിസ്ത്യാനികളും യഹൂദന്മാരുടെ കൂട്ടത്തിലുള്ളവരെന്നാണ് ആദ്യം റോമക്കാർ കരുതിയിരുന്നത്. എന്നാൽ
ക്രിസ്ത്യാനികൾ മറ്റ് വ്യത്യാസമുള്ളവരാണെന്നും അവർ യഹൂദന്മാരുടെ കൂട്ടത്തിലല്ല എന്നും മനസ്സിലായപ്പോൾ സാത്താൻ റോമ ഗവൺമെന്റിനെയും യഹൂദ ജനത്തെയും ക്രിസ്ത്യാനിത്വത്തിനെതിരായി ഉപയോഗിക്കുകയും ക്രിസ്ത്യാനികളെ ക്രൂരമായ പീഡനത്തിന് ഏർപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഈ ക്രൂരമായ പീഡനത്തിന്റെ ഫലമായി അവർ റോമ സാമ്രാജ്യത്തിൽ ലോകത്തിന്റെ പല ഭാഗത്തേക്കും അവർ ചിതറപ്പെട്ടു. അപ്പോൾ ഈ തെയോഫിലോസിനോട് ഈ പുസ്തകത്തിലൂടെ ലൂക്കോസ് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, തെയോഫിലോസ്, നീ അറിയണം, ഈ ക്രിസ്ത്യാനികളാണ് യഥാർത്ഥ ദൈവത്തിന്റെ ജനം. ഇത് അബ്രഹാമിൽ നിന്ന് ആരംഭിച്ച് മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത ദാവീദിലൂടെ വളർന്നു വന്നതും ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ സ്ഥാപിതമായി തീർന്ന ഒരു വലിയൊരു സത്യമാണ് ക്രിസ്ത്യാനികൾ എന്നുള്ള കാര്യം തെയോഫിലോസെ, ദൈവത്തെ സ്നേഹിക്കുന്ന ഏവരുമായുള്ളവരെ, നിങ്ങൾ അറിയണം. അതായത് മനുഷ്യവർഗത്തിന് വേണ്ടി ദൈവം അയച്ച രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ്. അതുപോലെ തന്നെ യഹൂദമതം വിളിച്ചു പറഞ്ഞിരുന്ന മസിഹ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് കഴിഞ്ഞ കാലങ്ങളിലെ പഴയ നിയമങ്ങളിലെ എല്ലാ കാര്യങ്ങളും, എല്ലാ ഒരുക്കങ്ങളും, എല്ലാ യാഗങ്ങളും, എല്ലാ പെരുന്നാളുകളും നടന്നിരുന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടിയാണെന്നുള്ള സത്യം തെയോഫിലോസിനോട് അറിയിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സത്യം അറിയണം, സത്യത്തെ വെളിപ്പെടുത്തുക. ആ വലിയ ക്രിസ്ത്യാനികളെ വാസ്തവമായിട്ട് അവര് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സത്യം അറിയിക്കുക, സത്യസുവിശേഷത്തെ വ്യക്തമാക്കി കൊടുക്കുക. രണ്ടാമതായിട്ടുള്ള ഈ പുസ്തകം എഴുതുവാനുള്ള ഉദ്ദേശം സുവിശേഷം എങ്ങനെ വളർന്നു. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ ആയിരുന്നപ്പോൾ ചെയ്തതും താൻ ഉപദേശിതമായ വൻ കാര്യങ്ങളാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, അതായത് ഒന്നാമത്തെ ചരിത്രത്തിൽ നാം കാണുന്നത്. എന്നാൽ അതായത് യേശുക്രിസ്തു നേരിട്ട് ചെയ്ത കാര്യങ്ങൾ. എന്നാൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കാണുന്നു കർത്താവായ യേശുക്രിസ്തു തന്റെ പ്രവർത്തന കേന്ദ്രം ഭൂമിയിൽ നിന്ന് ഇപ്പൊ എവിടെയാ? ഇപ്പൊ സ്വർഗത്തിലാണ്. കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. ഒരിക്കൽ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് അവന്റെ കാര്യങ്ങൾ അവൻ നേരിട്ട് ചെയ്തതും ഉപദേശിച്ചതും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒന്നാം ചരിത്രത്തിൽ വിവരിച്ചിട്ട് ഇപ്പൊ രണ്ടാം ചരിത്രത്തിൽ വിവരിക്കുന്ന കാര്യം പറയാണ്, യേശുക്രിസ്തു ഇപ്പോൾ സ്വർഗത്തിലാണ്. അവൻ സ്വർഗത്തിലേക്ക് പോയി അവിടുന്ന് പരിശുദ്ധാത്മാവ് നൽകി ശിഷ്യന്മാരിലൂടെ ചെയ്യുന്ന പ്രവൃത്തികളെ ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ സുവിശേഷം എങ്ങനെ വളർന്നു? അതായത് കേവലം 120 പേര് മാളിക മുറിയിൽ കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ ഈ സുവിശേഷം ലോകത്തിന്റെ എല്ലാ വൻകരകളെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് സുവിശേഷത്തിന്റെ വെന്നിക്കൊരി പാറിച്ചുകൊണ്ട് ഈ സുവിശേഷം എങ്ങനെ കടൽ കടന്നു, കര കടന്നു, അന്യരാജ്യങ്ങളിലേക്ക് ചെന്നു എന്ന ചരിത്രം ലൂക്കോസ് ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ആദ്യ നാളുകളിൽ സഭ എങ്ങനെ വളർന്നു, ആ കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് ലൂക്കോസ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. നമുക്ക് ചില വാക്യങ്ങൾ നമ്മൾ വായിക്കേണ്ടതുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1:15 വാക്യം വായിക്കാമോ? ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ മതി. ഇനി അപ്പൊ ആദ്യം നമ്മൾ എത്ര കാണുന്നത്? 120 പേര് കൊണ്ട് അവർ ഒന്നിച്ച് പ്രാർത്ഥിച്ച് അവർ ആരംഭിക്കുകയാണ്. അതായത് കർത്താവ് അവർക്ക് വാഗ്ദത്തം ചെയ്തു, കർത്താവ് പരിശുദ്ധാത്മാവിനെ നൽകുമെന്ന് പറഞ്ഞു. അത് പ്രതീക്ഷിച്ച അവർ മാളിക മുറിയിൽ 120 പേർ ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 120 പേര് കൊണ്ട് അവരങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ ആറ്റിന്റെ ഇനി രണ്ടാമത്തെ 41 എടുത്തേ, 41 വായിക്കാമോ? വായിച്ചില്ലേ കുഴപ്പമില്ല, ഞാൻ പറയാം. അവിടെ പത്രോസിന്റെ പ്രസംഗം കേട്ട് 3000 പേർ അന്ന് അവരോട് കൂടെ ചേർത്തു. അപ്പൊ 120 നിന്ന് എത്രയായി? 3000 2:47 നമ്മൾ വായിക്കുന്നു, ദിനം പ്രതി എണ്ണം കൂടി വന്നു. അപ്പോസ്തല പ്രവൃത്തി 4:4 നമ്മൾ വായിക്കുന്നു, 5000 പേർ വിശ്വസിച്ചു. 5:14 നമ്മൾ വായിക്കുന്നു, മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും വിശ്വസിച്ചു. 6:1 വായിക്കാമോ? 6:1 അപ്പോസ്തല പ്രവർത്തികൾ 6:1. ആ കാലത്ത് ശിഷ്യന്മാർ തിരികെ വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ അക്കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ നോക്കുക. അപ്പോ മേൽക്കുമേൽ വർദ്ധിച്ചു വന്നു. ഇപ്പോൾ എത്രയായി? ശിഷ്യന്മാർ പെരുകുകയാണ്. 6:7 കൂടി ഒന്ന് വായിച്ചോളൂ.
ദൈവവചനം പരന്നു, യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. മതി. അതായത് വചനം പരന്നു, ശിഷ്യന്മാർ പെരുകി. അപ്പൊ കേട്ടില്ലേ? അപ്പൊ 120 പേർ കർത്താവിന്റെ കൽപ്പന പ്രകാരം ഒരു മുറിയിൽ കൂടി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ വാഗ്ദത്തം പോലെ ദൈവം അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വചനം പരന്നു, ശിഷ്യന്മാർ പെരുകി. ഓരോ അധ്യായങ്ങൾ മുന്നോട്ട് പോകുമ്പോഴുണ്ടല്ലോ, വചനം പരക്കുകയും ശിഷ്യന്മാർ പെരുകയും ചെയ്യുന്ന ചരിത്രം നമ്മൾ പിന്നെയും നമ്മൾ കാണുകയാണ്. പുരോഹിതന്മാർ അനേകർ വിശ്വാസത്തിലേക്ക് വന്നു, സമരിയക്കാർ അനേകർ വിശ്വാസത്തിലേക്ക് വന്നു, എത്യോപ്യക്കാരും വിശ്വാസത്തിലേക്ക് വന്നു, യൂറോപ്യർ വിശ്വാസത്തിലേക്ക് വന്നു. അത് സുവിശേഷം അതിന്റെ വെന്നിക്കുറി യൂറോപ്പിലേക്കും പാറിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അങ്ങനെ പ്രിയമുള്ളവരെ, 11-ാം അധ്യായത്തിൽ കാണുമ്പോൾ ജാതികൾ വലിയൊരു കൂട്ടം വിശ്വാസത്തിലേക്ക് വന്നു. 14-ാം അധ്യായത്തിൽ പിന്നെയും കാണുന്നു യവനന്മാർ വിശ്വസിച്ചു. 17-ാം അധ്യായത്തിൽ കാണുന്നു മാന്യരായ സ്ത്രീകൾ അനവധി വിശ്വസിച്ചു. എതിർപ്പിന്റെയും പീഡനത്തിന്റെയും കഷ്ടതയുടെയും നടുവിൽ കർത്താവിന്റെ സഭ, കർത്താവിന്റെ വചനം എല്ലാ പ്രതികൂലങ്ങളെയും അതിജീവിച്ചുകൊണ്ട്, എല്ലാത്തിനും മറികടന്നുകൊണ്ട് സഭകൾ വിശ്വാസത്തിൽ ഉറക്കുകയും എണ്ണത്തിൽ പെരുകയും ചെയ്തു എന്ന് നാം കാണുന്നു. അത് കർത്താവിന്റെ വചനം വളരെ ശക്തിയോടെ മുഴങ്ങിച്ചെന്നു. വെറും 120 പേരിലൂടെ തുടങ്ങി ലോകത്തിന്റെ എല്ലാ വൻകരകളിലും അത് വ്യാപിക്കുകയുണ്ടായി. അപ്പം ലൂക്കോസ് പറയുകയാണ്, ഈ സഭാ ചരിത്രം നിങ്ങൾ ഒന്നറിയണം. ഇതെങ്ങനെ, സഭ എങ്ങനെ വളർന്നു, ഈ സുവിശേഷം എങ്ങനെ ഇത്ര രാജ്യങ്ങളിലേക്ക് ചെന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. മാത്രമല്ല സഭയുടെ ചരിത്രവും കൂടി നമ്മളൊന്ന് അറിയണം. അപ്പൊ യഹൂദ സമുദായത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ആദ്യത്തെ 120 പേർ എന്ന് പറഞ്ഞാൽ എത്ര ആരായിരുന്നു? അത് യഹൂദന്മാർ മാത്രമായിരുന്നു. ആദ്യകാലത്തെ വിശ്വാസികൾ യഹൂദന്മാർ മാത്രമായിരുന്നു. ആ യഹൂദ സമുദായത്തിൽ നിന്നും ഒരു സാർവത്രിക സഭയായിട്ട് വളരുന്നതിന്റെ ചരിത്രമാണ് അപ്പോസ്തല പ്രവർത്തികൾ നമുക്ക് കാണിച്ചു നൽകുന്നത്. അതെ, കേവലം ആ മാളിക മുറിയിൽ നിന്നും അത് സാർവത്രിക സഭയായി ലോകമെമ്പാടും വ്യാപിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആഭ്യന്തരമായ പ്രശ്നങ്ങളെ സഭ എങ്ങനെ നേരിട്ടു എന്ന് നമുക്ക് പ്രവർത്തികളുടെ പുസ്തകത്തിൽ കടന്നു പോകുമ്പോൾ കാണാം. പാപത്തെ സഭ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ള വിഷയം നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം. അതേപോലെ തന്നെ സഹോദരപ്രീതിയിൽ മുന്നിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ്, സഭയിൽ സഹോദരന്മാർ അന്യോന്യം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാമാണ്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല അപ്പോസ്തലനായ പൗലോസും അപ്പോസ്തലനായ പത്രോസും കരത്തോട് കരം ചേർന്ന് നിന്ന് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, ദൈവസഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി അവരെങ്ങനെ പ്രവർത്തിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് കേഫാവിന്റെ പക്ഷക്കാരും അപ്പല്ലോസിന്റെ പക്ഷക്കാരും പൗലോസിന്റെ പക്ഷക്കാരും എന്ന് പറഞ്ഞ് ഭിന്നത സഭയിൽ ഉണ്ടാകുവാൻ സാധ്യത വന്നപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നട്ടവനുമല്ല നനച്ചവനുമല്ല വളരുമാറാക്കിയ ദൈവം എത്ര വലിയവൻ. അപ്പം എങ്ങനെ അവർ പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിച്ച് മുന്നോട്ട് പോയി എന്നുള്ള വ്യക്തമായ ചരിത്രം നമുക്ക് കാണണമെങ്കിൽ നമുക്ക് അത് അപ്പോസ്തല പ്രവർത്തികളാണ് കാണുവാൻ സാധിക്കുന്നത്. മാത്രമല്ല, അതായത് ക്രിസ്തീയത്വത്തിന്റെ നിയമ സാധ്യത അത് എത്ര വലിയതാണെന്നുള്ളത് പൗലോസ് അപ്പോസ്തല പ്രവർത്തികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സഭയുടെ പ്രതിവാദം, ഡിഫൻസ് ഓഫ് ദ ചർച്ച്, അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോസ്തല പ്രവർത്തികളിലാണ്. അപ്പോസ്തലനായ പൗലോസ് അഗ്രിപ്പ രാജാവിന്റെയും ഫെസ്തോസിന്റെയും ഫെലിക്സിന്റെയും ഒക്കെ മുന്നിൽ നിന്ന് ധൈര്യത്തോടെ പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അപ്പൊ സുവിശേഷത്തിന്റെ എതിരാളികൾ അത് യഹൂദന്മാരും റോമക്കാരുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇവിടെ തിയോഫിലോസിനോട് ലൂക്കോസ് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ യഹൂദന്മാർക്കും റോമക്കാർക്കും ഈ ക്രിസ്ത്യാനികൾക്കെതിരെ അന്ധമായ ഒരു വിരോധം ഉടലെടുത്തിട്ടുണ്ട്. വാസ്തവത്തിൽ ക്രിസ്ത്യാനികളല്ല എന്നുള്ളത്, ക്രിസ്ത്യാനികളല്ല തെറ്റുകാരെന്നുള്ള സത്യം തിയോഫിലോസിനെ അറിയിക്കുക ഈ ചരിത്രത്തിലൂടെ. പിന്നെ അതിന്റെ ഈ പുസ്തകത്തിന്റെ മറ്റൊരു ഉദ്ദേശം ലോകത്തെ വ്യാജ മതങ്ങളെയും അന്ധവിശ്വാസത്തെയും തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. അന്നും ഇന്നും ലോക മനുഷ്യനല്ലേ യഥാർത്ഥ സത്യദൈവത്തെ അറിയാതെ വ്യാജമായ അന്ധമായ കാര്യങ്ങളെ പിറകെ പോകുവാനായിട്ട് താല്പര്യമുള്ളവരാണ്. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ, അവരുടെ പ്രവർത്തനം യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരാൽ അടിസ്ഥാനത്താൽ സഭയുടെ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് ഇതിന്റെ മുന്നോട്ടുള്ള ഭാഗങ്ങൾ പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. മാത്രമല്ല, ഞാൻ സമയം മുന്നോട്ട് പോകുന്നുണ്ട്, പെട്ടെന്ന് പോട്ടെ. സഭയുടെ വളർച്ചയിൽ പരിശുദ്ധാത്മാവിന്റെ പങ്ക് എന്താ, അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണണമെങ്കിൽ
നമുക്ക് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതായത് പരിശുദ്ധാത്മാവ് ഒരു സഭകളിലും അല്ലെങ്കിൽ വ്യക്തികളിലും എന്ത് സംഭവിക്കും അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന ഇടുക്കും ഇല്ലാത്തവരുണ്ടല്ലോ. രാജാക്കന്മാർക്കും ചക്രവർത്തികൾക്കും മുമ്പിൽ ജ്ഞാനത്തോടെയും വിവേകത്തോടെയും നിന്ന് ധൈര്യത്തോടെയും നിന്നുവെന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്നു. പത്രോസിന്റെ യോഹന്നാന്റെ ഉദാഹരണത്തിന് നമുക്കറിയാമല്ലോ. പത്രോസിന്റെ യോഹന്നാന്റെ ഒക്കെ ധൈര്യം കണ്ടിട്ട് അവർ ഭയപ്പെട്ടു അല്ലേ? അങ്ങനെ തന്നെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്ക് എവിടുന്ന് ഈ ധൈര്യം, ഇവർക്ക് എവിടുന്ന് ഈ ഇത്രമാത്രം ജ്ഞാനം? അവർ ചോദിക്കുന്ന കാര്യമുണ്ട്, അവർ ഭയപ്പെട്ടു പോവുകയാണ്. പ്രിയമുള്ളവരെ, പഠിപ്പും എടുക്കുമില്ലാത്തവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കണ്ടു. ഭീരുക്കളായിരുന്ന ശിഷ്യന്മാർ, ഭയപ്പെട്ട് ഓടിയിരുളിച്ചിരുന്ന ശിഷ്യന്മാർ ധൈര്യത്തോടെ എഴുന്നേറ്റ് ദൈവത്തിന്റെ വലിയ വൻ കാര്യങ്ങളെ പ്രസ്താവിച്ചു എന്ന് നാം കാണും. പുതിയ നിയമസഭയുടെ ആദ്യ പ്രസംഗത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന കാര്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2:36 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും അറിഞ്ഞുകൊള്ളട്ടെ. സംസാരിക്കുന്ന ആരാണ്? പത്രോസ. ഒരു ബാല്യക്കാരത്തിയുടെ ചോദ്യത്തിന് മുന്നിൽ ഞാൻ അവനെ അറിയത്തില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോയ പത്രോസ്, പിന്മാറിപ്പോയ പത്രോസ് ഇപ്പോൾ 3000 ആൾക്കാരുടെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കുക. പടയാളികൾ, പട്ടാളക്കാർ, പുരോഹിതന്മാർ, അവരുടെ മുമ്പിൽ ധൈര്യത്തോടെ നിന്ന് പത്രോസ് പറയുകയാണ്: നിങ്ങൾ ക്രൂശിച്ച ഈ യേശുക്രിസ്തുവിനെ തന്നെ ദൈവം നിങ്ങൾക്ക് രാജാവും നിങ്ങൾക്ക് കർത്താവും നിങ്ങൾക്ക് മിശിഹയുമാക്കി വെച്ചിരിക്കുന്നു. അത്ര ധൈര്യമല്ലേ? നോക്കുക, പഠിപ്പും മിടുക്കും ഇല്ലാത്തവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ധൈര്യം നിറഞ്ഞ് ആത്മാവ് നിറഞ്ഞ് അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിച്ചു. പ്രിയമുള്ളവരെ, പത്രോസ് പ്രസംഗിച്ചത് ഉള്ളിൽ തട്ടിയ, ഉള്ളിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവില്ല അല്ലെ? അല്ലാതെ കേവലം ജ്ഞാനത്താലല്ല പത്രോസ് പ്രസംഗിച്ചത്. സംസാരിച്ചത് ദൈവവചനമാണ്. കോട്ട് ചെയ്തത് എന്താണെന്നറിയാവോ? പഴയ നിയമ പ്രവാചക വാക്യങ്ങളാണ്. അത് വളരെ കൃത്യമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ്, അതുകൊണ്ട് തന്നെ ആ പ്രസംഗം കേട്ടപ്പോഴുണ്ടല്ലോ, കേട്ടവരിൽ എന്ത് സംഭവിച്ചെന്ന് അറിയാവും? വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. കേട്ടവർക്ക് പരവിടെ കിടന്നത് കുത്തുകൊണ്ടു എന്ന് നമ്മൾ വായിക്കുന്നത് അല്ലേ? ഹൃദയത്തിൽ കുത്തുകൊണ്ടു. 3000 പേർ വിശ്വസിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തി വചനം സംസാരിക്കുമ്പോൾ സഭകളിലും വ്യക്തികളിലും ഒക്കെ വലിയ വലിയ വ്യതിയാനത്തിന് കാരണമാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഈ പഠനം മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധാത്മാവാൽ നിയന്ത്രിക്കപ്പെട്ട, വിധേയപ്പെട്ട ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്കും ഇടയാകും. ഇനി 6-മതായിട്ട് ഈ പുസ്തകത്തിന്റെ പ്രാധാന്യമാണ്. പുസ്തകത്തിന്റെ ഉദ്ദേശം നമ്മൾ കൊണ്ട് തിയോഫിലോസിന് എഴുതുവാനുണ്ടായ കാരണങ്ങൾ, സത്യത്തിന്റെ ശരിയായ ഒരു വിവരണം കൊടുക്കണം, സഭ എങ്ങനെ വളർന്നു എന്നുള്ള ചരിത്രം കൊടുക്കണം, സുവിശേഷം എങ്ങനെ പരന്നു എന്നുള്ള ചരിത്രം കൊടുക്കണം, പരിശുദ്ധാത്മാവിന് അതിനകത്തുള്ള റോൾ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം, അതായത് ചരിത്രപരമായി ഈ പുസ്തകം യെരുശലേമിൽ ആണ് ആരംഭിച്ചത്. എന്നാൽ ഇത് അവസാനിക്കുന്നത് എവിടെയാണ്? റോമിലാണ്. റോമിലെ കാര്യം പറഞ്ഞാണ് ഈ പുസ്തകം അവസാനം. അപ്പോൾ ചരിത്രപരമായിട്ട് പല സ്ഥലങ്ങളെക്കുറിച്ചും പല വ്യക്തികളെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് ലൂക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ്യക്തികൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, സ്ഥലങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പുരുഷാരത്തെയും ജനക്കൂട്ടത്തെയും കൂടാതെ തന്നെ എഴുത്തുകാരനായ ലൂക്കോസ് ഏകദേശം 110 പേരുകൾ ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഭരണാധികാരികളുണ്ട്, രാജാക്കന്മാരുണ്ട്, പട്ടാളക്കാരുണ്ട്, സാധാരണക്കാരായ ജനങ്ങളുണ്ട്. ഇവരെല്ലാം, അത് നാടുവാഴി പറയുന്നുണ്ട്, ഹെരോദാവിന്റെ കാര്യം പറയുന്നുണ്ട്. അഹിയാക്കൂരിൽ, അതായത് ഇനി പാരമ്പര്യം പറഞ്ഞു വരുവാണെങ്കിൽ അഹിയാക്കൂരിൽ സഖറിയാവായ പുരോഹിതരുടെ കാര്യം ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ പാരമ്പര്യവും ചരിത്രവും എല്ലാം പരിശോധിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു അണുവിയുടെ വ്യത്യാസം ലൂക്കോസിന്റെ ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുവാൻ സാധിക്കില്ല. അപ്പോൾ ചരിത്രത്തോട് അത്രമാത്രം സത്യസന്ധത പുലർത്തിക്കൊണ്ട് ചരിത്ര ഗവേഷകൻ ആ കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് പഠിച്ചിട്ട് അത് രേഖപ്പെടുത്തുവാനായിട്ട് ലൂക്കോസിന് ഇഷ്ടം വന്നു, ലൂക്കോസിന് താല്പര്യം തോന്നി എന്ന് പറയാം. അപ്പോൾ ചരിത്രപരമായി ഉപദേശപരമായി വാഗ്ദത്തം ചെയ്തിരുന്ന മിശിഹയാണ് യേശുക്രിസ്തു. നമ്മുടെ പാപത്തിന് വേണ്ടി പാപപരിഹാരബലിയായി തീർന്ന വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു എന്ന വലിയ സത്യം കാലസമ്പൂർണതയിൽ
ജനിച്ച് ക്രൂശിൽ മരിച്ച് ഉയർത്തെണീറ്റ് ഇപ്പൊ സ്വർഗത്തിൽ ജീവിക്കുന്ന, അവിടുന്ന് പരിശുദ്ധാത്മാവിനെ വാഗ്ദത്തം ചെയ്ത ഇസ്രയേൽ പ്രതീക്ഷിക്കുന്ന മെസ്സിഹ ആണ്, ഇസ്രയേൽ പ്രതീക്ഷിക്കുന്ന രക്ഷകനാണ്, മനുഷ്യവർഗത്തിന്റെ രക്ഷകനാണ് എന്നുള്ളതാണ് ഉപദേശപരമായ ആശയം. യുഗപരമായിട്ട് നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ തന്നെ ഈ പുസ്തകം ഉൽപ്പത്തി പുസ്തകം പോലെ തന്നെ പലതിൻ്റെയും തുടക്കമാണ്. ഞാൻ പറയുണ്ടായി, ന്യായപ്രമാണ യുഗത്തെ മാറ്റിക്കൊണ്ട് കൃപായുഗത്തിന്റെ തുടക്കം ഈ അപ്പോസ്തല പ്രവൃത്തികളാണ്. പരിശുദ്ധാത്മാവിന്റെ വരവ്, സഭയുടെ ആരംഭം, സുവിശേഷ പ്രസംഗങ്ങള്, മാനസാന്തരം, അതുപോലെ വിശ്വാസ സ്നാനം, കർത്തൃമേശ, സഭായോഗങ്ങൾ, ശിക്ഷാ നടപടികൾ, ഒരു സഭയുടെ ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ, വിശ്വാസം, സ്നാനം, സഭാ കൗൺസിൽ, എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ടും ക്രമമായിട്ടും നമുക്ക് കാണണമെങ്കിൽ, നമുക്കറിയണമെങ്കിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ മാത്രമേ നമുക്ക് വരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ മുന്നോട്ട് പോട്ടെ. ഈ പുസ്തകത്തെ നമുക്ക് മൂന്നായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഈ പുസ്തകത്തിന്റെ കീവേഡ്സ് എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 1:8. നമുക്കത് വായിക്കാം. 1:8, ആക്ട്സ് 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ ആകുമെന്ന് പറഞ്ഞു. അതെ, അപ്പോ ഈ വാക്യത്തെ ആധാരമാക്കി, ഇതാണ് കീവേഡ്സ്. ഈ വാക്യത്തെ ആധാരമാക്കി ഈ പുസ്തകത്തെ നമുക്ക് മൂന്നായിട്ട് വിഭജിക്കാം. ഒന്ന്, അതായത് യെരുശലേമിലെ പ്രവർത്തനങ്ങൾ. അത് 1-ാം അധ്യായം മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് കാണുന്നു. യെരുശലേമിലെ പ്രവർത്തനം, അതായത് പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലന്മാർ യേശുക്രിസ്തുവിലൂടെ യെരുശലേമിൽ ചെയ്ത പ്രവർത്തനങ്ങളെയാണ് നമുക്ക് 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായിട്ട് അത് യഹൂദയിലും ശമരിയിലുമുള്ള പ്രവർത്തനം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. മൂന്നാമതായിട്ട് ഭൂമിയുടെ അറ്റത്തോളമുള്ള പ്രവർത്തനം, അതായത് 11-ാം അധ്യായം മുതൽ 28-ാം അധ്യായം ലാസ്റ്റ് വരെ നമുക്ക് അതായത് ഭൂമിയുടെ അറ്റത്തോളം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അപ്പോസ്തലന്മാർ ചെയ്ത പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ പഠനം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഈ പുസ്തകത്തിന്റെ പഠനം മുന്നോട്ട് പോകുമ്പോൾ ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ അനുഭവം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുവാൻ, നമ്മുടെ സഭകളിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് ഇടയാകണം. ആദിമസഭ അത് എങ്ങനെയായിരുന്നു ചിന്തിക്കുവാൻ, അതിനോട് കൂടുതൽ മനസ്സിലാക്കുവാൻ നമുക്ക് ഇടയാകണം. നമ്മുടെ സഭാജീവിതം കൂടുതൽ ബലപ്പെടുവാനായിട്ട് ഇടയാകണം. വിശ്വാസികൾ തമ്മിൽ കൂട്ടായ്മയുടെ അനുഭവം വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയാവണം. പ്രാർത്ഥനയ്ക്ക് കാരാഗ്രഹങ്ങളെ ഇടിച്ചു കളയുവാൻ, ചങ്ങലുകളെ പൊട്ടിച്ചു കളയുവാൻ ബലമുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കി പ്രാർത്ഥനാ ജീവിതത്തിന് കൂടുതൽ സമയം കൊടുക്കുവാനായിട്ട് ഇടയാകണം. സുവിശേഷീകരണത്തിൽ വ്യക്തികൾക്കും സഭകൾക്കുമുള്ള പങ്ക് എന്ത്? തെസ്സലോനിക്കയിൽ നിന്ന് ബഹുശക്തിയോടെ വചനം മുഴങ്ങിച്ചെന്നതുപോലെ വ്യക്തികൾക്കും സഭകൾക്കും സുവിശേഷീകരണത്തിൽ എന്താണ് പങ്കെന്നുള്ളത് വളരെ വ്യക്തമാകുന്നു. സഭയുടെ ഫംഗ്ഷൻ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നാം ആയിരിക്കുന്ന സഭ ആദ്യ നൂറ്റാണ്ടിലെ സഭയുടെ സാക്ഷ്യത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമുക്കിടയാകണം. നമ്മൾ ഈ പഠനം കേൾക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഞാൻ വാക്കുകൾ നിർത്തട്ടെ. ബൈബിളിലെ മറ്റെല്ലാ പുസ്തകങ്ങളും അത് അവസാനിപ്പിക്കുമ്പോൾ വളരെ കൃത്യമായിട്ടാണ് അവസാനിപ്പിക്കുന്നത്. എന്നാൽ അപ്പസ്തോല പ്രവർത്തികൾ മാത്രം അവസാനിപ്പിക്കുന്നില്ല. നമുക്ക് 28-ാം അധ്യായം അതിന്റെ 31-ാം വാക്യം എടുക്കാം. 30-31 വായിക്കാം, കുഴപ്പമില്ല, ഒന്ന് വായിക്കാം. 28-ാം അധ്യായം അതിന്റെ ലാസ്റ്റ് വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. 29-30 29 തൊട്ടുള്ള വായിച്ചു. അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരൊക്കെയും കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. അതെ, നോക്കുക, പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചും പോന്നു. കണ്ടിന്യൂസ് ടെൻസാ, തീർത്തിട്ടില്ല, ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? പ്രവർത്തനം ഇന്നും തുടരുകയാണ്. അത് സഭയുടെ പ്രവർത്തനം അത് ഇന്നും തുടരുകയാണ്, അല്ലെ? ദിനം പ്രതി കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ പ്രവർത്തനം ഇന്നും തുടരുകയാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇന്നും തുടരുകയാണ്. പ്രിയമുള്ളവരെ,
ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ പുസ്തകം വരും ദിവസങ്ങളിൽ നമുക്ക് ഒന്നിച്ച് പഠിക്കുവാൻ, നമ്മൾ ചിന്തിച്ചതുപോലെ തന്നെ നമ്മളിത് പഠിക്കുന്നത് ആദിമസഭയിലെ കാര്യങ്ങൾ എത്രയോ ആയിരുന്നു, അവരുടെ കൂട്ടായ്മ എത്രയോ വലുതായിരുന്നു, അവരുടെ ആദ്യ സ്നേഹം എങ്ങനെയായിരുന്നു, വിശ്വാസ ജീവിതം എങ്ങനെയായിരുന്നു, പാപത്തെ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, സഭയുടെ വിശുദ്ധിക്ക് എത്രമാത്രം പ്രാധാന്യമാണ് അവർ കൊടുത്തിരുന്നത്, വ്യക്തികളുടെ വിശുദ്ധിക്ക് എത്ര പ്രാധാന്യമാണ് കൊടുത്തിരുന്നത്. അപ്പോസ്തലന്മാരും സുവിശേഷകന്മാരും സഹോദരന്മാരും സുവിശേഷത്തിന് വേണ്ടി അവർ ഒഴുക്കിയ കഷ്ടതകൾ എത്ര വലിയതായിരുന്നു. അത് കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അത് രേഖപ്പെടുത്തുവാന് ലൂക്കോസിന് താല്പര്യം തോന്നി. പരിശുദ്ധാത്മാവ് തന്റെ ഹൃദയത്തിൽ താല്പര്യം തോന്നിച്ചു. അതിന്ന് രേഖയാക്കി നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ അത് സഭയുടെ ചരിത്രം, സുവിശേഷത്തിന്റെ ചരിത്രം, അതെങ്ങനെ വളർന്നു, അതെങ്ങനെ പന്തലിച്ചു വന്നു എന്നെല്ലാം നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. വരും ദിവസങ്ങളിൽ നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് ഒന്നിച്ച് ഈ വചനം പഠിക്കുന്നത് അത് അനുഗ്രഹമായി തീരുവാനായിട്ട് കാരണമായി തീരട്ടെ. ദൈവനാമം മഹത്വപ്പെടുവാനാകട്ടെ.